ഇമിഗ്രേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ലാത്തി മഹാതകൻ എന്തൊക്കെയോ ഭയങ്കര വികാര പ്രകടനത്തോടുകൂടി സംസാരിക്കുന്നു. തൊട്ടടുത്ത ക്യാബിനിലേക്കൊക്കെ വിളിച്ചിട്ട് ആ ക്യാബിനിൽ നിന്ന് വേറെ ക്യാബിനിലേക്ക്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായി അവിടെ. ലാത്തി മഹാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. ഈ സമയത്ത് എന്നെ പിടിച്ചിരിക്കുന്ന MM ജോർജിൻ്റെ കൈകൾ മുറുകുന്നത് എനിക്ക് മനസ്സിലായി. കാരണം എന്തോ പ്രശ്നമുണ്ട്. ടെൻഷൻ എനിക്ക് നല്ല ചങ്കിടിച്ചു തുടങ്ങി. ഒരു അറബി ഓടി ഇങ്ങ് വന്നിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചിങ്ങ് മേടിക്കുക. മേടിച്ചതോടുകൂടി മറ്റേ ആളുടെ മുഖം അങ്ങ് മാറി. അതായത് ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചതാണ്, ഇതേ ഈ സാധനം കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ പുള്ളി കതിക്കുന്നു. ഇയാൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോവാണങ്ങ്. അപ്പോൾ ഇതിൻ്റെ പുറകെ MN എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരിക. അപ്പോൾ ഇദ്ദേഹത്തോട് എന്നും പറഞ്ഞിട്ട് ഇയാളെ ഓടിച്ചു. പുള്ളി മാറി നിന്ന് കരയുന്ന പോലൊക്കെ നിൽക്കുന്നു. ഞാൻ എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. നേരെ കൊണ്ടുപോയി എയർപോർട്ട് മാനേജർ, ഈ ഇതിൻ്റെ എല്ലാം ഒരു മാനേജറുടെ റൂമിലേക്കാണ് കൊണ്ടുവന്ന് എന്നെ ആ ടേബിളിലേക്ക് നിർത്തി. അതേപോലെ അദ്ദേഹം ഒരു ചിരി പോലത്തൊരു സംഭവം, സന്തോഷമൊക്കെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടം തൊട്ട് കളക്ഷനായിരുന്നു. അവിടെ നിന്ന് തന്നെ കിട്ടി 100 ദിറംസ്. കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളെ അവർ സ്വീകരിച്ചതാണത്. അവരുടെ ഒരു സന്തോഷം അവർ രേഖപ്പെടുത്തിയ, കാരണം അവർ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ഒരാളെ കാണുന്നത്.